ചലിക്കുന്ന ഭാഗങ്ങളോ പമ്പോ ഇല്ലാതെ വെള്ളത്തിന് മുകളിലേക്ക് നീങ്ങാൻ സാധ്യമാണോ? സാധ്യമാണ് എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഇതിന് സൈഫൺ എന്ന് പറയുന്നു. അടിസ്ഥാനപരമായി ഒരു സൈഫൺ സംവിധാനത്തിൽ ഒരു വെള്ളമുള്ള പാത്രത്തിൽ നിന്ന് താഴെയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ട്യൂബ് ഉപയോഗിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഈ ട്യൂബ് ആണെങ്കിൽ ഒരു ഹമ്പിന് മുകളിലൂടെ പോകുന്നുമുണ്ട്. ഇതിന് ഒരു പമ്പോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നില്ല. ഇത് പ്രവർത്തിക്കുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ലളിതമായി പറയുകയാണെങ്കിൽ ഒരു സൈഫണിലെ ഏറ്റവും ഉയർന്ന പോയിന്റിൻ്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവാണ്. ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് താഴ്ന്ന മർദ്ദമുള്ള സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകാറ്. അതിനാൽ സൈഫണിലെ ഏറ്റവും ഉയർന്ന പോയിന്റിലേക്ക് വെള്ളം ഒഴുകുന്നു. അവിടെ നിന്ന് താഴെയുള്ള പാത്രത്തിലേക്ക് ഗ്രാവിറ്റി കാരണം വെള്ളം ഒഴുകുന്നു. ഇങ്ങനെ പമ്പ് ഉപയോഗിക്കാതെ ജലസംഭരണിയിൽ വെള്ളം ഒഴിവാക്കാനുള്ള സൗകര്യപ്രദമായ മാർഗമാണിത്. സൈഫൺ ആരംഭിക്കുന്നതിന് സഹായം ആവശ്യമാണ്. ഇതിന് പ്രൈമിംഗ് എന്ന് പറയും. സാധാരണ വായു ഉപയോഗിച്ചാണ് പ്രൈമിംഗ് ചെയ്യാറ്. എന്നാൽ ഇത് ചെറിയ ട്യൂബുകൾക്കേ ഫലപ്രദമാവും. വലിയ കാര്യങ്ങൾക്ക് വേറെ മാർഗങ്ങൾ തേടണം. അതിൽ ഒന്നാണ് ബെൽ സൈഫൺ. ബെൽ സൈഫണിൽ പ്രൈമിംഗ് ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായി സൈഫൺ പ്രവർത്തിക്കും. ബെൽ സൈഫണിന് 3 ഭാഗങ്ങളുണ്ട്. 1 റിസർവോയർ, 2 ബെൽ, 3 റൈസർ. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാം. ജലസംഭരണിയിൽ വെള്ളം നിറയുമ്പോൾ ജലത്തിൻ്റെ ഉപരിതലം അന്തരീക്ഷ മർദ്ദത്തിന് വിധേയമാകുന്നു. ബെല്ലിന് പുറത്ത് അത് ജലസംഭരണിയുടെ തുറന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് മർദ്ദം വരുന്നത്. ബെല്ലിനുള്ളിലെ ജലം ശൂന്യമായ റൈസർ ട്യൂബിലൂടെയുള്ള അന്തരീക്ഷ മർദ്ദത്തിന് വിധേയമാക്കപ്പെടുന്നു. വെള്ളം ഉയരുമ്പോൾ അത് ക്രമേണ റൈസർ ട്യൂബിന് മുകളിലേക്ക് ഉയരുകയും റൈസർ ട്യൂബിനെ അടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷ മർദ്ദവുമായുള്ള ബെല്ലിൻ്റെ ബന്ധത്തെ ഇല്ലാതാക്കുന്നു. വെള്ളം റൈസർ ട്യൂബിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ബെല്ലിൽ മർദ്ദം കുറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നു. അതിനാൽ ബെൽ കൂടുതൽ വെള്ളം റിസർവോയിൽ നിന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ക്രമേണ റിസർവോയിലെ വെള്ളം ബെല്ലിലേക്കാൾ താഴുകയും വായു ബെല്ലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൈഫൺ പ്രക്രിയ അവസാനിക്കുന്നു. ബെൽ സൈഫണിന് അക്വാഫോണിക്സ്, സെപ്റ്റിക് ടാങ്ക്, ഫ്ലഷ് പൈപ്സ് തുടങ്ങിയ പലതിനും ഉപയോഗിക്കുന്നുണ്ട്. അക്വാഫോണിക്സിൽ ഉപയോഗിക്കുന്ന ബെൽ സൈഫൺ നമുക്കൊന്ന് കണ്ടു നോക്കാം.